എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 31. മുരുക ഭഗവാന്റെ തൈപ്പൂയ കാവടി ഇന്നാണ്. മധുരയിലെ തിരുപ്പുറകുന്ത്ര മുരുക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഒരു വശത്ത് ദശകങ്ങളായുള്ള ആചാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ഭക്തരുടെ ആവശ്യവും മറുവശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ എതിർക്കുന്ന തമിഴ്നാട് സർക്കാരും മുസ്ലിം സംഘടനകളുമാണ് ഈ വിഷയത്തിലുള്ളത്. ഇതുവരെയുള്ള പ്രധാന സംഭവവികാസങ്ങളും നിലവിലെ അവസ്ഥയും ഇനി പറയാം. തിരുപ്പുറകുന്ത്രം കുന്നിന്റെ മുകളിൽ മുരുകൻ ക്ഷേത്രത്തിന്റേതെന്ന് കരുതപ്പെടുന്ന പുരാതനമായ ഒരു കൽവിളക്കുണ്ട്. വർഷങ്ങളായി കാർത്തിക ദീപത്തിന് ഇവിടെ വിളക്ക് തെളിക്കാറില്ലായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആവശ്യം. ഈ ദീപത്തൂണിന് ഏകദേശം 50 മീറ്റർ അകലെയായി സിക്കന്ദർ ബാദുഷ ദർഗ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ദീപം തെളിക്കുന്നത് മതപരമായ അസ്വാരസ്യങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് തമിഴ്നാട് സർക്കാരും ദർഗ അധികൃതരും വാദിക്കുന്നു. കുന്നിന്റെ ഭൂരിഭാഗവും ക്ഷേത്രത്തിൻ്റെതാണെന്നും എന്നാൽ കാലക്രമേണ ദർഗയുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ വ്യാപിക്കുകയും ക്ഷേത്ര ഭൂമി കയ്യേറുകയും ചെയ്തുവെന്നുമാണ് പ്രധാന ആരോപണം. ഈ കേസിൽ മദ്രാസ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ മുൻ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിളക്ക് തെളിക്കാൻ അനുമതി നൽകി. വിളക്ക് തെളിക്കുന്നത് സമാധാനം തകർക്കുമെന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളി. വെളിച്ചമുണ്ടാകട്ടെ, അല്ലാതെ പോരാട്ടമല്ല എന്ന് കോടതി ഈ സന്ദർഭത്തിൽ നിരീക്ഷിച്ചു. ദർഗയിൽ മൃഗബലി നടത്തുന്നത് കോടതി നിരോധിക്കുകയും ആരാധന, ഈദ്, റമദാൻ തുടങ്ങിയ പ്രത്യേക അവസരങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം വഖഫ് ബോർഡിന്റെ ഭൂമി അവകാശവാദത്തെ വികൃതി ആണെന്ന് കോടതി വിശേഷിപ്പിച്ചു. കുന്നിന്റെ അവകാശം ക്ഷേത്രത്തിനാണെന്ന് വ്യക്തമാക്കിയ കോടതി ദർഗ ഇരിക്കുന്ന നിശ്ചിത ഭാഗം മാത്രമാണ് അവർക്ക് അവകാശപ്പെട്ടതെന്ന് ഉത്തരവിട്ടു. DMK സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കുന്നിൻ മുകളിൽ കാർത്തിക ദീപം തെളിക്കുന്നത് പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും അത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സമാധാനം തകർക്കുമെന്നുമാണ് സർക്കാരിന്റെ വാദം. ഇതിന്റെ ഭാഗമായി പലപ്പോഴും പ്രദേശത്ത് സെക്ഷൻ 144 അഥവാ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഭക്തരെ തടയുകയും ചെയ്തിരുന്നു. 2026 ജനുവരി 23 സുപ്രീം കോടതി ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനും പുരാവസ്തു വകുപ്പിനും നോട്ടീസ് അയച്ചു. ക്ഷേത്രം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നും ദീപത്തൂണിൽ 24 മണിക്കൂറും വിളക്ക് തെളിക്കണമെന്നുമുള്ള ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. നിലവിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഒഴിവാക്കി ക്ഷേത്രം ജീവനക്കാരുടെ നേതൃത്വത്തിൽ മാത്രം ചടങ്ങുകൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇപ്പോൾ വിശദമായ വാദം കേൾക്കുകയാണ്. ജനുവരി 23 കോടതി അയച്ച നോട്ടീസിന് മറുപടി നൽകാൻ തമിഴ്നാട് സർക്കാരിനും പുരാവസ്തു വകുപ്പിനും സമയം നൽകിയിട്ടുണ്ട്. വിളക്ക് തെളിക്കുന്നത് മതപരമായ അവകാശമാണെന്ന് ഭക്തർ വാദിക്കുമ്പോൾ ദർഗയുടെ സാമീപ്യം കാരണം ഇത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ സമാധാനം നിലനിർത്തേണ്ടത് പോലീസിന്റെ കടമയാണ്. അതിനായി ആരാധന തടയരുത് എന്ന നിലപാടിലാണോ സുപ്രീം കോടതി ഉറച്ചുനിൽക്കുക എന്നത് നിർണായകമാണ്. കുന്നിൻ മുകളിലെ ദീപത്തൂൺ പുരാതനമാണോ എന്നും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വ്യക്തമാക്കാൻ പുരാവസ്തു വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ഭൂമിയുടെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിൽ ഈ റിപ്പോർട്ട് വലിയ പങ്കുവഹിക്കും. ഹൈക്കോടതി വിധി നടപ്പിലാക്കിയാൽ അത് ദക്ഷിണ തമിഴ്നാട്ടിൽ വലിയ വർഗീയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷേത്ര ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതി നിലവിൽ അതിന് പൂർണ്ണമായി തയ്യാറായിട്ടില്ല. തിരുപ്പുറകുന്ത്രം കുന്നിനെ ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കണമെന്നും അവിടെ 24 മണിക്കൂറും വിളക്ക് തെളിക്കാൻ അനുമതി വേണമെന്നുമാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദർഗ നിലനിൽക്കുന്ന നിശ്ചിത ഭാഗം ഒഴികെയുള്ള ഒരിടത്തും മുസ്ലിം സംഘടനകൾക്ക് അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദീപത്തൂണിൽ വിളക്ക് തെളിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ ഭൂമിയിലുള്ള ഭക്തരുടെ അവകാശം ഇല്ലാതാക്കാനാണ് മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നതെന്നാണ് ഹിന്ദു സംഘടനകളുടെ വാദം. ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ നിലപാടിനെ പിന്തുണക്കുന്നത് കയ്യേറ്റത്തെ നിയമവിധേയമാക്കാനുള്ള നീക്കമാണെന്നും ഇവർ ആരോപിക്കുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് GR സ്വാമിനാഥൻ തന്റെ വിധിയിൽ വ്യക്തമാക്കിയത് കുന്നിൻ മുകളിൽ ഭക്തർക്ക് വിളക്ക് തെളിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്. മുസ്ലിം മതവിശ്വാസികൾക്ക് ദർഗയിൽ ആരാധന നടത്താം, എന്നാൽ അത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത്. ക്ഷേത്ര ഭൂമിയിൽ നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു.
ചുരുക്കത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി വഖഫ് ബോർഡ് നടത്തിയ നീക്കങ്ങളെ കോടതി തടയുകയും ക്ഷേത്ര ഭൂമിയിലെ സ്വതന്ത്രമായ ആരാധനയ്ക്കുള്ള അവകാശം ശരിവെക്കുകയുമാണ് ചെയ്തത്. എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ഹൈന്ദവ സംഘടനകൾക്കും ക്ഷേത്ര ഭൂമികൾ നിയമപരമായി സംരക്ഷിക്കുന്നതിന് ഈ കോടതി വിധി നന്നായി പഠിക്കുന്നത് നന്നായിരിക്കും. വഖഫ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം തെറ്റായ അവകാശവാദങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഈ കേസിലെ കോടതി നിരീക്ഷണങ്ങൾ വലിയൊരു പാഠമാണ്. ഇനിയെങ്കിലും വഖഫ് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ചതിക്കുഴിയിൽ ഹൈന്ദവ സമൂഹം ചെന്നു വീഴാതിരിക്കാൻ ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.